ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ മേജർലി സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി സൺഡേ സ്പെഷ്യലായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അത് മേ ബി സൈക്കോളജീസ് ആവാം, മേ ബി പൊസിഷണൽ മാനേജിങ് ആവാം, ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് ആവാം, ആൻഡ് അഗ്രസീവായിട്ടുള്ള കണ്ടീഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഓരോ കാര്യങ്ങളാവാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇന്നിപ്പോൾ ഒരു ന്യൂസ് വേഴ്സസ് സൈക്കോളജി എന്നുള്ള റിലേറ്റഡ് ആണ്. കാരണം അറിയാലോ, ടുഡേ കണ്ടീഷൻ, ഈ ഒരു വീക്കിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ വാർ, പാൻഡമിക് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ ട്രേഡിംഗ് റിലേറ്റഡ് എങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മാനേജ് ചെയ്യുന്ന രീതിയിൽ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ആ ഐഡിയ ഒന്ന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവും. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എടുക്കാൻ നോക്കുക. മേജർലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ് പല രീതിയിലും റിയാക്ട് ചെയ്യും. മോസ്റ്റ് ഓഫ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിങ് റിയാക്ട് ചെയ്യുന്നത് മേജർലി ഒരു 70-80% ട്രേഡിങ് റിയാക്ട് ചെയ്യാറെന്നുള്ളത് അത് സൈക്കോളജി റിലേറ്റഡ് ആണ്. മാർക്കറ്റിൽ സൈക്കോളജി റിലേറ്റഡിൽ എന്ത് വരും, അവിടെ പ്രൈസ് ആക്ഷൻസ് വരും. അതുപോലെ തന്നെ എന്താ പറയുക, ടെക്നിക്കൽ സിറ്റുവേഷൻസ് വരും, ടെക്നിക്കൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരും, പാറ്റേൺസ്, അത് ഇത് സപ്പോർട്ട്, മേജർ സപ്പോർട്ട്സ്, ഈ ഒരു കാര്യങ്ങളിലാണ് മേജർലി. സൈക്കോളജിയിലാണ് മേജർ. സൈക്കോളജി എന്താണോ മാർക്കറ്റിൻ്റെ അതിനനുസരിച്ചിട്ടാണ് മേജർ വരിക. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങളാണ് പ്രൈസ് ആക്ഷനും ടെക്നിക്കലായിട്ടുള്ള റീസൺസും. പിന്നെ ബാക്കി വരുന്നൊരു രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 20% എന്നുള്ളത് ഇതാണ് ന്യൂസ് റിലേറ്റഡ്. ഈ ന്യൂസ് റിലേറ്റഡ് വരുമ്പം ഈ ഒരു കാര്യത്തിലൊന്നും ഒരു എന്തുണ്ടാകത്തില്ല, ഇതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകത്തില്ല. അത് ബിക്കോസ് അതിന് വാല്യൂ ഇല്ലാന്നല്ല, ഈ ഒരു കാര്യത്തിനൊന്നും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യില്ല. അതായത് പാറ്റേൺസ് ഓർ സംതിങ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ആൻഡ് ഇപ്പോൾ പല രീതിയിൽ പറയുകയാണെങ്കിൽ പല പല ഇൻഡിക്കേറ്റേഴ്സ്, RSI ആൻഡ് പിവോട്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പൊതുവേ പാനിക് സിറ്റുവേഷൻസ്, കൊറോണ ടൈമിലൊക്കെ ട്രേഡ് എടുത്ത എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവർക്കൊക്കെ ഇത് കണ്ടാൽ മനസ്സിലുണ്ടാവും ഈ ഒരു കാര്യങ്ങളൊന്നും പാൻഡമിക് ആയിട്ട് ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ വർക്ക് ചെയ്യാറില്ല. ബിക്കോസ് അവിടെ ഓൺലി ഒരു ഒറ്റ ഇമോഷനുള്ളൂ, അതായത് ഫിയറാണ്. ഫിയർ എന്നുള്ളൊരു കാര്യം ആക്റ്റീവ് ആകുമ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടല്ല. ബിക്കോസ് ഫിയർ വരുമ്പം അവിടെ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പോകാന്നുള്ള ഒറ്റ കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്യത്തുള്ളൂ. ബിക്കോസ് അവർക്ക് കിട്ടുന്ന മോസ്റ്റ് ലീസ്റ്റ് പ്രൈസിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പോവുക. കാരണം നമ്മളായാലും ഒരു പൊസിഷൻ, ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഒരു ട്രേഡ് എടുത്ത് ചെറിയ ലോസ് അടിക്കുമ്പോൾ ഇതിന്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ലോസായി, ഇപ്പോൾ പ്ലാൻഡ് ലോസിനെക്കാട്ടിയും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് തിങ്കിങ് ആണ് ചെറിയ ലോസിൽ ഇറങ്ങാം. അപ്പോൾ ചെറിയ ലോസിൽ നമ്മൾ ഇറങ്ങും, പിറ്റേ ദിവസം സിമിലർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും ചെറിയ ലോസിൽ ഇറങ്ങും. അപ്പോൾ ഈ 2 ദിവസം ചെറിയ ലോസ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം സിമിലർലി സിറ്റുവേഷൻ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ കുറച്ചും കൂടി ഹോൾഡ് ചെയ്തേക്കാം. കാരണം നമ്മൾ ഇന്നലെ ചെറിയ ലോസിൽ ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും ആ 2 ദിവസം. ഈ 2 ദിവസം നമ്മളെ മൈൻഡ് സെറ്റ് അവിടെ സ്റ്റക്കായി കിടക്കും. മനസ്സിലായോ? അപ്പോൾ അത് മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ 2 ദിവസം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ചെറിയ ലോസ് അന്ന് മാർക്കറ്റാണെങ്കിൽ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, ഇന്ന് എന്തായാലും മാർക്കറ്റ് എനിക്ക് തോന്നുന്നുണ്ട് സെയിം കണ്ടീഷൻ വരാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഹോൾഡ് ചെയ്യും. അപ്പം നമ്മളെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഹോപ്പ് കൂടും. ബിക്കോസ് നമ്മളെ മൈൻഡിൽ എന്താ ഉണ്ടാവുക, ആ 2 ദിവസം മുന്നേ നടന്ന പ്രൈസ് ആക്ഷൻ ആയിരിക്കാം, മാർക്കറ്റിൽ ജമ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാകുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ഹോപ്പ് അവിടെ വല്ലാണ്ട് വരും. അപ്പോൾ ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂഷ്വൽ എന്താ പറയുക, SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീമിയത്തിലായാലും 70 points ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു സിനാരിയോയിൽ ഞാൻ എന്ത് ചെയ്തേക്കാം, മേ ബി 70 എന്നുള്ളത് ഞാൻ ചിലപ്പം 100 എത്തിക്കോട്ടെ. ഞാൻ ചിലപ്പോൾ TP ഒക്കെ എടുക്കുന്നത് 100 ആണല്ലോ, അപ്പോൾ എനിക്ക് 1:1 ആണ് കിട്ടിയത്. അപ്പോൾ ചിലപ്പം 100 എത്തിയിട്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എനിക്ക് മൈൻഡ് സെറ്റ് മാറിയിട്ട് ഓക്കെ ഒന്നുകൂടി ഒന്ന് ഹോൾഡ് ചെയ്തൊക്കെ 120. ഈ 120 ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മൈൻഡ് സെറ്റ് ടോട്ടൽ കംപ്ലീറ്റ്ലി ഫെയിലറായിട്ട് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് വരും. കാരണം നമ്മളെ മൈൻഡ് സെറ്റോടെ ഉണ്ടാവുക, പ്രീവിയസ്ലി ആ 2 ദിവസം മാർക്കറ്റ് പോയതാണ്, ഇന്നെന്താ പോകാഞ്ഞത്, ഇന്ന് പോകേണ്ടതാണല്ലോ, അന്ന് 2 ദിവസം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നല്ലോ, എന്തുകൊണ്ട് പോയില്ല. അപ്പോൾ ഞാൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ SL വെക്കുന്നത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ മേജർലി സംസാരിക്കാൻ പോകുന്നത് ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പം, അതുപോലെ തന്നെ സൈക്കോളജിക്കലി ഉള്ള കാര്യങ്ങൾ വരുമ്പം ഏതാണ് മാർക്കറ്റിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, രണ്ടിനെ എങ്ങനെ കമ്പൈൻ ചെയ്യുക, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ മേജർലി ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഒരു പരിധി ഒരു ന്യൂസസിനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പുതിയതായിട്ടുള്ള ആൾക്കാർ എത്രത്തോളം അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അൺസർട്ടൈനിറ്റി എന്നുള്ളൊരു കാര്യം വരും എന്നുള്ളതാണ്.
അപ്പോൾ ന്യൂസ് വരുമ്പോൾ മാർക്കറ്റിന് റിയാക്ഷൻ പല രീതിയിലും മാറും. ഇപ്പോൾ ഡേ ക്യാൻഡലിലാണത് നമുക്ക് കറക്റ്റായിട്ട് അത് കാണിച്ചു തരാൻ പറ്റുക മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കൊറോണയുടെ പാൻഡമിക്. ബിക്കോസ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന ആരും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിലോട്ട് ഏറെക്കുറെ എല്ലാവരും ട്രേഡിങ്ങിലോട്ട് കടന്നു വരുന്നൊരു കണ്ടീഷനും കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഞാനും എക്സൈറ്റ്മെൻ്റ് അടിച്ച് ആൻഡ് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റൂലേ, ഓക്കെ ഗുഡ്, ദാറ്റ്സ് ഗുഡ്, അത് കൊള്ളാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാനും എന്നൊരു വ്യക്തിയാണ്. ഈവൻ എല്ലാവരും ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് മോർ ഓവർ മനസ്സിലാക്കി വരുന്നൊരു സമയം കൂടിയാണ് ഈ ഒരു കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കൊറോണയുടെ പാൻഡമിക്, അതായത് 2020 ഫെബ്രുവരി സംതിങ്ങിലൊക്കെയാണ്. അപ്പോൾ ഈ ഫോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോളിൻ്റെ സമയത്തൊന്നും ഞാൻ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല. ഞാനിതിൻ്റെ മിഡിലൊക്കെയാണ് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് തന്നെ അറിയുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പാൻഡമിക് സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത്രയും വലിയ പാൻഡമിക് കുറേ മുന്നത്തെ 2018 ക്രാഷിലാണ് വന്നത്. അതിന് ശേഷമാണ് ഇത്രയും വലിയ പാൻഡമിക് വരുന്നത്. അപ്പോൾ ഞാൻ ന്യൂസ് മാർക്കറ്റിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാത്തവർക്കും ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ കാണിച്ചു തരുന്നതാണ്. ന്യൂസിന് അവിടെ എന്തില്ല, സപ്പോർട്ടിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകത്തില്ല, അവിടെ റെസിസ്റ്റൻസ്, അതായത് മറ്റേ റൗണ്ട് നമ്പേഴ്സ്, ഇപ്പം ഞാനൊക്കെ കീപ്പ് ചെയ്യുന്ന സംഭവമാണ് റൗണ്ട് നമ്പർ സൈക്കോളജീസ്, അത് ഇതിനൊന്നും മാർക്കറ്റിൽ റെസ്പെക്റ്റ് കൊടുക്കില്ല ന്യൂസ് എന്നുള്ളൊരു കാര്യങ്ങൾ. ന്യൂസിന് അവിടെ ഒറ്റ ഒരു സൈക്കോളജി, അതായത് ഒരു ഫീലിങ്സേ ഉള്ളൂ, ദാറ്റ്സ് ഫിയർ. അപ്പോൾ ആ ഫിയറിനനുസരിച്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യും, സിറ്റുവേഷൻ മാറും. അപ്പം ഈ ഒരു കണ്ടീഷനിലൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു കണ്ടീഷനൊന്നും ഉള്ള പൊസിഷൻ ക്ലോസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഈവൻ പ്രോഫിറ്റിലായിട്ട് വരെ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ടോട്ടലി ബ്രോക്കേഴ്സ് വരെ ബ്ലോക്കായി, അത്രയും ഓർഡേഴ്സാണ് പെൻഡിങ്ങും, അതുപോലെ തന്നെ ക്ലോസിങ് റിക്വസ്റ്റും സ്ക്വയർ ഓഫ് റിക്വസ്റ്റും ഒരുപാടായിട്ട് മൾട്ടിപ്പിളായിട്ട് അത്രയും പെൻഡിങ് ആയിരുന്നു. അപ്പം അത്രയ്ക്കും ഒരു ഫിയർ അടിച്ച് അത്രയ്ക്കും ട്രാഫിക് കയറിയിട്ടൊരു സമയം കൂടിയായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാവരും കൺഫേം ചെയ്തു അത്രയും ഒരു വലിയ പാൻഡമിക് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫിയർ ആയിരിക്കും. അപ്പോൾ വാറൻ ബഫറ്റിൻ്റെ ഒരു കോട്ടാണ് എല്ലാവർക്കും ഓർമ്മ വരിക. അതായത് എല്ലാവരും ഫിയർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻസ് സെൽ ഓഫ് ചെയ്യുക. എല്ലാവരും ഫിയർ ആകുമ്പോൾ നമ്മൾ ഷോർട്ട് സൈഡ് നോക്കുക. എല്ലാവരും ഗ്രീഡി ആകുമ്പം, അതായത് എല്ലാവരും ഫിയർ എനിക്കതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു സിമിലർ ആ ഒരു സൈക്കോളജി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. വാറൻ ബഫറ്റിൻ്റെ ഒരു കോട്ട് തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ റിയാക്ഷൻ പറഞ്ഞാൽ എങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിന് ശേഷം വന്ന് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ സഡനായിട്ട്, ഇത് ന്യൂസ് അല്ലാത്തൊരു റിയാക്ഷനാണത്. ഇത് എനിക്ക് മാർക്കറ്റൊക്കെ ഓർമ്മയുണ്ട്. മാർക്കറ്റ് ഒരു ഹയർ ലെവൽ ഗെയിൻ ചെയ്തിട്ട് ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊരു വാല്യുവേഷൻ കറക്ഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ ഇങ്ങനെ വരുമ്പോൾ ഒന്നും ആർക്കൊരു പിടുത്തല്ല വൈ ദിസ് ഹാപ്പനിങ് എന്നുള്ളത്. ബട്ട് ആസ് എ ട്രേഡർ എന്ന രീതിയിൽ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാർക്കറ്റിൽ ടെക്നിക്കലി നോക്കുന്ന ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് എന്തുകൊണ്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിഹേവിയർ ഒരിക്കലും സസ്റ്റെയിനിങ് അല്ല എന്നുള്ളത്. ബിക്കോസ് അതൊരു കൈൻഡ് ഓഫ് കറക്ഷനാണ്. ഒരു മാർക്കറ്റ് ഒരു ഇൻഡെക്സ് ഓവർ വാല്യുവേഷൻ ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് കറക്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ മൊമെൻറ്റം നടത്തുന്നല്ല അതിൻ്റെ അർത്ഥം. ബട്ട് മാർക്കറ്റ് അത് റിക്കവർ ചെയ്യുമ്പോൾ ഇപ്പോൾ റിക്കവർ ചെയ്തൊരു കണ്ടീഷൻ നോക്കുക, അത് അത്രയ്ക്കും സ്ട്രെങ്തി റിക്കവറിങ് ആയിരുന്നു. മനസ്സിലായോ? അപ്പം റിക്കവറി മാർക്കറ്റിൽ വരുമ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്, പല ടൈപ്പ് ഓഫ് റിയാക്ഷൻ മാർക്കറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിലായിരുന്നു ഉക്രൈൻ വാറിൻ്റെ കണ്ടീഷൻ. ഇതെല്ലാം ഉക്രൈൻ വാറിൻ്റെ കണ്ടീഷനായിരുന്നു. ഇതിൻ്റെ മിഡിൽ ട്രേഡിങ്ങിലും ഞാൻ ഉണ്ടായിരുന്നു. ബട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ അന്നൊക്കെ പേപ്പർ ട്രേഡ് ആയിരുന്നു. ഞാൻ ഹോണസ്റ്റ്ലി പറയാമല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് അതായത് ഭയങ്കര എക്സ്പീരിയൻസ് പറയാൻ പറ്റിയൊരു വ്യക്തിയല്ല. ബട്ട് ആ ടൈമിലൊക്കെ ഞാൻ പേപ്പർ ട്രേഡിങ്ങിലായിരുന്നു. ബട്ട് ഞാൻ ലൈവ് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ പേപ്പർ ട്രേഡ് ആയാലും റിയൽ ട്രേഡ് പോലെ തന്നെ 100% റിയൽ ട്രേഡ് നമുക്ക് പറയാൻ പറ്റില്ല. റിയൽ മണി വെച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു റിയൽ ട്രേഡായിട്ട് മാറത്തുള്ളൂ. ബട്ട് ഞാൻ ആ ഒരു ടൈമിലെ മാർക്കറ്റ് റിയാക്ഷൻസ് ഞാൻ കംപ്ലീറ്റ്ലി നോട്ട് ചെയ്ത് വാച്ച് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടതുമാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് റിലേറ്റഡ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ മാർക്കറ്റിൽ നമുക്ക് മാനേജ് ചെയ്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല കണ്ടീഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ തന്നെ എടുത്തോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇത് ഇലക്ഷൻ്റെ റിസൾട്ടായിരുന്നു. ബിക്കോസ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇലക്ഷൻ ടൈം വന്നപ്പോൾ ആ ഒരു പ്രീ ഇലക്ഷൻ്റെ സമയത്ത് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റിൽ ആ ഒരു എന്താ പറയുക, ആ റിസൾട്ടിൻ്റെ ഒരു കണ്ടീഷനായി എല്ലാവരും ഹോപ്പും, അതായത് കറണ്ട് റൺ ചെയ്യുന്നൊരു
പാർട്ടിയിലോട്ട് ആയി എന്നുള്ള കണ്ടീഷൻ എത്തിയപ്പോൾ തന്നെ മാർക്കറ്റിൽ ഹെവി ഗ്യാപ്പ് പോകുന്നു. ബട്ട് ആ റിസൾട്ടിൻ്റെ ഒരു ഷോയിങ് കാണിച്ചപ്പോൾ തന്നെ മാർക്കറ്റിൽ റിയാക്ഷൻ മാറി. ഗ്യാപ്പ് അപ്പ് വന്ന് ആ ദിവസം എന്ത് ചെയ്തു, എല്ലാവരും ഹോപ്പും ആ ഒരു കറണ്ട് ഗവൺമെൻറ് തന്നെ കംപ്ലീറ്റ്ലി കീപ്പ് ചെയ്യുന്നുള്ളായിരുന്നു. ബട്ട് മോർണിംഗ് സെഷനിൽ മാർക്കറ്റിൽ എല്ലാ കാൽക്കുലേഷനും തെറ്റിപ്പോയി. കാര്യം റിസൾട്ട് നേരെ എന്ത് ചെയ്ത് എഗെയിൻസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ആ ലൈവിലുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, മൾട്ടിപ്പിൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് മാർക്കറ്റിന് ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു കാരണമില്ലാണ്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയം ഹൈലി ബ്ലാസ്റ്റ് ചെയ്യും, വിക്സ് ബ്ലാസ്റ്റ് ആവും. വിക്സ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തുതരാം. വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാർക്കറ്റുകൾക്കും ഒരു വിക്സ് ഡാറ്റ ഉണ്ട്. വിക്സ് എന്ന് പറഞ്ഞാൽ വോളാറ്റിലിറ്റീനെ കൺട്രോൾ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് വോളറ്റാലിറ്റി, മാർക്കറ്റിന് എത്ര വോളറ്റാലിറ്റി ഉണ്ട് നമുക്ക് കാണിച്ചു തരുന്ന സംഭവമാണ്. മാർക്കറ്റിൽ എത്രത്തോളം വോളറ്റാലിറ്റി ഉണ്ട്, മാർക്കറ്റ് വോളറ്റാലിറ്റിയിലാണ് നിൽക്കുന്നത്, പ്രീമിയം ബ്ലാസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ വിക്സിലൂടെയാണ്. ആസ് എ ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ വിക്സ് എപ്പോഴും ഹൈ ആവുന്നത് ബെനിഫിറ്റാണ്. ആ സ്ഥാനത്ത് വിക്സ് ലോ ആയി കഴിഞ്ഞാൽ ആസ് എ ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ ഓപ്ഷൻ ബയറാണ്, ആൻഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് വിക്സ് കിട്ടണം. വിക്സ് ഹൈലി ഒരു ആവറേജ് ഒരു 30 to 60, 70. 20 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബിക്കോസ് മാർക്കറ്റിൽ ഹൈലി വോളറ്റാലിറ്റി ഉണ്ടാകുന്നൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം വോളറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡി മാർക്കറ്റ് കിട്ടില്ല, സം കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ മാർക്കറ്റ് ആയിരിക്കും ഫുൾ ടൈം. അപ്പോൾ ഈ വിക്സിന് നമ്മൾ എപ്പോഴും ഒരു റേഞ്ച് ഉണ്ട്, ഒരു റേഞ്ച് പോകുന്നുണ്ട്, ഒരു എന്താ പറയുക 30 to 17, 18 ആ റേഞ്ചൊക്കെ നമുക്ക് വളരെ ഹെൽത്തി റേഞ്ചാണ്. ഈവൻ US മാർക്കറ്റിലും ഇതുപോലത്തെ കണ്ടീഷനാണ്. US മാർക്കറ്റ് 20ൻ്റെ അബവ് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇഷ്യൂ നടക്കും. കാരണം വിക്സ് എപ്പോഴും പമ്പ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ വിക്സിനൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു സബ്ജക്റ്റിൽ വിക്സിനൊക്കെ ആഡ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കുന്ന ടേംസ് എല്ലാവർക്കും എത്രത്തോളം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂസ് എന്നുള്ളൊരു കണ്ടീഷനിൽ ഒരിക്കലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സോ ഓർ സംതിങ് RSI ഓർ പിവോട്ട് ഇതിനൊന്നും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല. മാർക്കറ്റിനോട് ഒരൊറ്റ ഇമോഷൻ ഉണ്ടാവുള്ളൂ, ദാറ്റ്സ് ഫിയർ എന്നുള്ളത്. അപ്പോൾ ഫിയർ എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ അതായത് സൈക്കോളജി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബിക്കോസ് ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ അന്ന് ട്രേഡ് വെക്കുന്ന എൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. ബിക്കോസ് യൂഷ്വൽ വെക്കുന്ന റിസ്കിൽ നമുക്ക് പെട്ടെന്ന് അടിക്കും, കാരണം മാർക്കറ്റ് അത്രയും ഹൈലി വോളറ്റൈൽ ആയിരിക്കും. അപ്പം അതൊന്നും ആ ഒരു കണ്ടീഷനിലോട്ട് ഒരിക്കലും എക്സ്പീരിയൻസ് ആവണം ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഞാനത് കണ്ടതുകൊണ്ടാണ് ചെയ്തത്. സോ ന്യൂസ് റിലേറ്റഡ് ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ലോട്ട് സൈസ് കുറയ്ക്കുക. ഓക്കെ, ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ലോട്ട് സൈസ് കുറയ്ക്കുക. ഇപ്പോൾ യൂഷ്വലി നിങ്ങളൊരു 10 ലോട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ 5 ലോട്ട് ചെയ്യാൻ നോക്കുക. SL സോൺ മാക്സിമം ഒന്ന് കീപ്പ് ചെയ്യാൻ നോക്കുക. ഈവൻ ആ SL വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിസ്കിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഹെൽത്തി. ബിക്കോസ് SL എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അടിക്കാൻ ചാൻസ് ഉള്ളൊരു കണ്ടീഷനും കൂടിയാണ് ഈ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ഇത് ഇലക്ഷൻ്റെ ആയിരുന്നു, പക്ഷേ ഇലക്ഷൻ്റെ മാർക്കറ്റ് റിക്കവർ ചെയ്ത് കണ്ടോ. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാർക്കറ്റിലുള്ള ഓരോ കണ്ടീഷൻസ് ഇപ്പോൾ ഈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അതിന് വേറൊരു എക്സാമ്പിളാണ് ഇതെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് വാറിൻ്റെ ഒരു കണ്ടീഷനായിരുന്നു മാർക്കറ്റിൽ. ഡയറക്റ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നു. ഈ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നുമ്പോൾ എല്ലാവരും മൈൻഡ് സെറ്റും അവിടെ സെല്ലിംഗ് ആയിരുന്നു. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ മാർക്കറ്റ് റിക്കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിലൊക്കെ തന്നെ മാർക്കറ്റ് ഭയങ്കര വിക്സ് വളരെ ഹൈ ആയിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരണം എനിക്ക്. ബിക്കോസ് എങ്ങനെയാണ് ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ആൻഡ് നമ്മൾ ഞാൻ ഈവൻ ന്യൂസ് റിലേറ്റഡ് എന്തെങ്കിലും പാൻഡമിക്സ് ആണ്, വാർ സിറ്റുവേഷൻസ് അത് ഇതാണെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ എൻ്റെ സൈക്കോളജിക്കൽ പോയിന്റ് കൂടി ഞാൻ നോട്ട് ചെയ്യും. ബിക്കോസ് ഞാൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡയറക്ഷൻ എന്താ ഞാൻ ആദ്യം നോക്കും. എന്നിട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന സൈക്കോളജീസ് ഞാൻ ഡിസ്കസ് ചെയ്യും. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ ഇപ്പോൾ ഓൾറെഡി ഇറാൻ എന്താ പറയുക US ഇസ്രായേൽ വാർ നടന്നു. അതിൽ ഇറാൻ്റെ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അയാൾ കിൽഡായിട്ട് എന്നുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിൽ കണ്ടിന്യൂ ഉള്ള ചാൻസസ് ആണ്. അപ്പം ഇത് ഓയിൽ പ്രൈസസിനെ വല്ലാണ്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേക്കിങ് മൊത്തത്തിൽ വരും. അപ്പോൾ നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനാണ്. ഇത് ഞാൻ ഓൾറെഡി മാർക്കറ്റ് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഒന്നെങ്കിൽ മാർക്കറ്റ് ഡയറക്റ്റ്ലി ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് കംപ്ലീറ്റ് സ്വീപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് എക്സാക്ട്ലി ഹെവി ഗ്യാപ് ഡൗൺ തരും. ഈ ഹെവി ഗ്യാപ് ഡൗൺ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക
2 days എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് ആയിരുന്നു, ഇത് ഡേ ക്യാൻഡിലാണ്. ആൻഡ് 2 ദിവസം ഹോളിഡേ ആയിരുന്നു. ഈ ഹോളിഡേൻ്റെ ഇടയിലാണ് മാർക്കറ്റിൽ ഇൻ്റർനാഷണലി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ മാർക്കറ്റിൽ വരുന്നത് ദിസ് കൈൻഡ് ഓഫ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ പൊതുവേ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഫ്ലാറ്റ് ഓർ ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നില്ല, വളരെ മിനിമലിസ്റ്റിക് ചാൻസ് വരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പെട്ടെന്ന് തന്നെ സെല് ചെയ്യും. ബട്ട് ആ സ്ഥാനത്ത് ഹെവി ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യും. ബിക്കോസ് 2-3 കണ്ടീഷൻസ് ഉണ്ടാവും. കാരണം ഈ ഒരു ഡയറക്റ്റ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇത്രയും സോൺ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി ഓപ്പണിങ്ങിലെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പിന്നെ മാക്സിമം മാർക്കറ്റ് കയറാൻ ചാൻസ് മേലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ദിസ് ഇസ് നോട്ട് ഗുഡ്, ദിസ് ഇസ് ക്രേസി എന്നുള്ളത് തോന്നും. ബട്ട് എവറി ടൈം ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം ഞാനത് വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ ഓപ്പണിംഗ് കിട്ടുമ്പം ഒരു മിനിമം 50 മിനിറ്റ് മാർക്കറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അഗ്രസീവ്ലി ഇത്രയും ഹെവി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, മാർക്കറ്റ് ഓവർ കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ ട്രാപ്പ് ചെയ്യും. ഇതേ മൈൻഡ് സെറ്റിലായിരിക്കും കംപ്ലീറ്റ് റീറ്റെയിലേഴ്സ് മാർക്കറ്റിലോട്ട് പാർട്ടിസിപ്പേഷന് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നത്. കാരണം ഇത്രയും വലിയ ഹെവി ഗ്യാപ്പ് ഡൗൺ, ഓൾറെഡി വാറിൻ്റെ ടെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വാറിൻ്റെ എല്ലാ എഫക്റ്റും മാർക്കറ്റിൽ വരും. ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം മാർക്കറ്റ് വരില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വരുന്നത് ബാക്കിൽ വരുള്ളൂ. നിങ്ങൾക്ക് ഓരോ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ട്രംപ് ട്രേഡ് ഡീല് കട്ട് ഓഫ് ചെയ്തിട്ട് 50% സംതിങ് ആകുമ്പോൾ മാർക്കറ്റ് ഇത്രയും വലിയൊരു ഓപ്പണിങ്ങിൽ വന്നിട്ട് ഇത്രയും ഹെവി ഗ്യാപ്പ് അപ്പ്. ഞാനന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബഡ്ജറ്റ് കഴിഞ്ഞ് മാർക്കറ്റ് കയ്യിൽ നിന്ന് പോയി എന്നുള്ള എക്സ്പെക്റ്റേഷൻ നിന്നൊരു ദിവസമാണ്. കാര്യം ആ ബഡ്ജറ്റിൻ്റെ അന്നുള്ള മാർക്കറ്റ് കറക്ഷനൊക്കെ ഞാൻ കംപ്ലീറ്റ് ഫീൽ ചെയ്ത ആളാണ്. വിത്തൗട്ട് ഹെസിറ്റേഷൻ മാർക്കറ്റ് 1000 പോയിൻറ്റ്സ് വരെ റൺ ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് പിറ്റേ ദിവസം പെട്ടെന്ന് അങ്ങ് അത് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ആ ഒരു കണ്ടീഷൻ മാർക്കറ്റ് സ്റ്റേബിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് അത് കഴിഞ്ഞതിന് ശേഷമേ വാറിൻ്റെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു ചാനൽ കണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ നെറ്റ് എങ്ങനെ നോക്കിയാലും മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ ആണ്, സപ്പോർട്ടാണ്, മാർക്കറ്റ് സെല്ലിംഗ് ട്രെൻഡ് ആണെന്ന് പറയുമെങ്കിലും ബിഹൈൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അങ്ങനെയാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 2 days ഗ്യാപ്പ് വരുന്നൊരു ദിവസമായതുകൊണ്ട് മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. എല്ലാവരും ഗ്യാപ്പ് ഡൗൺ ഓർ സംതിങ് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ചിലപ്പോൾ ഫ്ലാറ്റ് ഓർ സംതിങ് ഒന്ന് കൺഫ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യും. എല്ലാവരും ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ അങ്ങ് കിട്ടുന്ന സമയത്ത് റാൻഡം സെല്ലർ ഈവൻ മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ വെച്ച് തന്നെ കാണിച്ചു തരാം. ഈവൻ ഇപ്പോൾ ഇതൊരു ഡേ ക്യാൻഡിൽ കണ്ടീഷനാണ്, നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇപ്പോൾ ഡേ ക്യാൻഡിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഓപ്പണിംഗ് ചിലപ്പോൾ ഇതിൻ്റെ ബിലോക്ക് കിട്ടി, അത് 25,500 ബിലോ മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കും ഓർ സംതിങ് ഫോളോ ചെയ്യാൻ നോക്കും. റാൻഡം സെല്ലർ കയറും, പക്ഷെ അവർക്ക് റീട്രേസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അവരുടെ മൈൻഡ് എന്താ ഉണ്ടാവുക, ഇവിടുന്ന് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ബട്ട് മാർക്കറ്റ് ധീരെ കയറി ഈ ലെവലങ്ങ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മേലെ പോകും. ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഡേ ക്ലോസിംഗ് എത്തുന്നവരെ റീറ്റെയിലേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, അവിടെ സെല്ലിംഗ് ആയിരിക്കും. കാരണം ഏതെങ്കിലും പോയിന്റ് നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും. ഓക്കെ, ഹയർ ലെവൽ കിട്ടില്ല, ഇനി റിവേഴ്സ് ആവും. ഈ ഒരു പോയിന്റ്, ഈ ഒരു ഇമോഷൻ എവിടം വരെ ക്രിയേറ്റ് ചെയ്യും, കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് റേഞ്ച് വരെ ക്രിയേറ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് ശേഷം മാർക്കറ്റിൽ സെല്ലർ കയറാൻ നോക്കുള്ളൂ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ സെഷന് ശേഷം മാർക്കറ്റിൻ്റെ റിയാക്ഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം നടക്കാനുള്ള, ഈ ഒരു കൈൻഡ് ഓഫ് പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ നടക്കാനുള്ള ചാൻസ് 90% ആണ്. ഞാൻ ഷുവർട്ടി പറയുന്നില്ല, ബിക്കോസ് ഞാനായാലും ഓപ്പണിംഗ് എങ്ങനെ കിട്ടും നോക്കും, ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കും, അതിന് ശേഷം മാർക്കറ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് റിലേറ്റഡുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈക്കോളജിയിലായാലും അവിടെ എന്ത് വരും, അവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരും, അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരും, ഡിമാൻഡ് സപ്ലൈ സോൺ, അതിനാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വേറൊരു കൈൻഡ് ഓഫ് റിലേഷനാണ്. അപ്പം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ് മാർക്കറ്റിൽ ഒരു 70 to 80% പ്രോബബിലിറ്റീസ് ഓർ സംതിങ് മാർക്കറ്റിൽ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ന്യൂസ്. ഈ ന്യൂസിന് പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് ഏറ്റവും യാതൊരു റിലേഷൻ ഉണ്ടാവില്ല, അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകത്തില്ല. മാർക്കറ്റിൽ ഒറ്റ ഇമോഷൻ ഉണ്ടാവുള്ളൂ, ദാറ്റ്സ് വിൽ ബി ഫിയർ. ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട്, വേറെ കാര്യം പോസിറ്റീവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നേരെ വൈസ് വേഴ്സയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത എൻ്റയർലി ഇമോഷൻ്റെ നേരെ വൈസ് വേഴ്സയാണ് പോസിറ്റീവ് ഉണ്ടാവുക. കാരണം അവിടെയും മാർക്കറ്റിൽ അതിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്, അത് വർക്ക് ചെയ്യും, ഇല്ല അത് വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് അവിടെ ന്യൂസാണ്, അവിടെ മാർക്കറ്റ് ഡ്രിവൺ ചെയ്യുന്നത് ന്യൂസും ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ FISൻ്റെ ഹെവി ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ആയിരിക്കും മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്.
അപ്പോൾ ന്യൂസ് എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എപ്പോഴും മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കി വെക്കണം. അതിന് ശേഷം ന്യൂസിൽ എന്ത് ചെയ്യണം, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂസ് ട്രേഡിങ് ചെയ്യാണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഹെവി എക്സ്പീരിയൻസ് വേണം. കാര്യം നമ്മൾ ചെറിയ ചെറിയ ലോട്ട് എടുത്ത് ചെയ്ത് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം കാര്യങ്ങൾ ആദ്യം പഠിച്ച് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യുന്നത്, ന്യൂസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പോൾ ന്യൂസിൽ എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മേജർലി നമ്മൾ സംസാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ രണ്ട് കണ്ടീഷനാണ്. സൈക്കോളജിക്കലി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളതും രണ്ട് ന്യൂസ്. അപ്പോൾ ന്യൂസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ന്യൂസിൽ എങ്ങനെ മാർക്കറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.